ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി വെണ്ടക്ക കറിയാണ് കേട്ടോ. ചോറിലേക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ കറി എന്നും പറയുന്നതിന് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ വെണ്ടക്കായ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. അത് ഞാനൊന്ന് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂട്ടിയിട്ട് വെറുതെ പച്ചയിൽ തന്നെ കേട്ടോ, വറുത്തിട്ടല്ല, അങ്ങനെ അരച്ചെടുത്തു. എന്നിട്ട് ഞാനതൊന്ന് തിളക്കാൻ വെച്ചു. നന്നായി തിളച്ച് പറ്റിയപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സിമ്പിൾ കറി എന്ന് പറഞ്ഞാൽ സിമ്പിൾ കറിയാണ്. എത്രയും പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ നല്ല തിളച്ച് കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ പരുവം. അപ്പോൾ വെണ്ടക്കായൊക്കെ നല്ല വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ഉലുവ, കുറച്ച് വെളുത്തുള്ളി, ചെറുള്ളിയും കൂട്ടിയിട്ട് നന്നായി ഒന്ന് തൂമിച്ചെടുക്കുക. എന്താ പറയുക, താളിച്ചെടുക്കുക, തൂമിച്ചെടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മുടെ കറി റെഡി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.